സുപ്രഭാതം. എല്ലാവർക്കും ആദ്യമായിട്ടൊരു ശുഭദിനം നേരുന്നു. രാവിലെ ഏറെക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഇന്നലെ ആഗോള വിപണി കാത്തിരുന്നത് യു.എസിൽ നിന്നുള്ള ഇൻഫ്ലേഷൻ ഡേറ്റ ആയിരുന്നു. ഇൻഫ്ലേഷൻ ഡേറ്റ 3.1% സ്പൈക്ക് ആകുമെന്ന് എക്സ്പെക്ട് ചെയ്തു. എന്നാൽ 3% സ്പൈക്കായി. സ്പൈക്കായി എന്നുള്ളത് ഒരു നെഗറ്റീവായ ഒരു കാര്യമാണ്. എന്നാൽ എക്സ്പെക്ട് ചെയ്തതിൽ നിന്നും താഴെ ആണ് ഉള്ളതുകൊണ്ട് മിക്സ്ഡ് ആയിട്ടുള്ള അവസ്ഥയിലാണ് യു.എസ് മാർക്കറ്റിന് നമുക്ക് ഇന്നലെ കിട്ടിയത്. അതായത് നമ്മുടെ മാർക്കറ്റ് ക്ലോസിന് ശേഷം, അതായത് ഡോ ഫ്യൂച്ചർ ഫ്ലാറ്റായ രീതിയിൽ ട്രേഡിംഗ് അവസാനിപ്പിച്ചപ്പോൾ നാസ്ഡാക്ക് ഇത് ഉൾക്കൊള്ളാതെ 350 പോയിൻറ്റിൻ്റെ ഇടിവ് രേഖപ്പെടുത്തി. അതായത് ടെക്നോളജി കമ്പനീസ് 350 പോയിൻ്റ് ഇടിവ് രേഖപ്പെടുത്തി. ആപ്പിൾ, ടെസ്ല, മൈക്രോസോഫ്റ്റ്, ഫേസ്ബുക്ക് അങ്ങനെയുള്ള കമ്പനീസ് സീവിയറായിട്ട് ഇടിവ് രേഖപ്പെടുത്തി. യു.എസ് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിലെ ബാങ്കിങ് സെക്ടറിലുള്ള കമ്പനീസും HDFCയും ICICI ബാങ്കിങ് കമ്പനിയും സ്ലൈറ്റ്ലി പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. എന്നാൽ TCS ഇന്നലെ നല്ല റിസൾട്ട് കൊണ്ടുവന്നു. 12% നെറ്റ് പ്രോഫിറ്റ് ഉയർത്തിയതുകൊണ്ട് ഇന്ത്യൻ IT കമ്പനീസ് ADRൽ പ്രശ്നമില്ലാത്തൊരവസ്ഥയിലാണ് ഉള്ളത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റ് എന്നാൽ സ്ലൈറ്റ്ലി നെഗറ്റീവാണ്. ഗിഫ്റ്റ് നിഫ്റ്റി ഫ്ലാറ്റായൊരു സ്ലൈറ്റ്ലി പോസിറ്റീവായിട്ടുള്ളൊരു ഓപ്പണിംഗ് നമുക്ക് തരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഗിഫ്റ്റ് നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതാണ്. എന്നാൽ ഏഷ്യൻ മാർക്കറ്റ് നെഗറ്റീവാണ്. ഡോ ഫ്യൂച്ചർ എന്നാൽ ഫ്ലാറ്റാണ്, പോസിറ്റീവാണ്. ഇനിയിപ്പോൾ ഇന്ന് TCSൻ്റെ റിസൾട്ട് ഇന്നലെ മാർക്കറ്റ് അവേഴ്സിന് ശേഷമാണ് വന്നത്. 12% അപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇന്ത്യൻ IT കമ്പനികൾക്ക് അതൊരു ഉണർവാകുമെന്നുള്ളത് സംശയമില്ല. പക്ഷേ നിഫ്റ്റിയിൽ IT കമ്പനികളുടെ വെയിറ്റേജ് എന്ന് പറയുന്നത് 10% മാത്രമാണ്. ഫിനാൻഷ്യൽ കമ്പനിയുടെ വെയിറ്റേജ് 32%. അതായത് IT കമ്പനീസും ഈ ഫിനാൻഷ്യൽ കമ്പനീസും തമ്മിലുള്ള ഒരു വടംവലി ആയിരിക്കും ഇന്ന് നടക്കുക. FIs ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റ് നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. അവർ ഇന്ത്യൻ മാർക്കറ്റിൽ 1,137 കോടി രൂപക്ക് ഇന്നലെ അവർ സെല്ല് നടത്തി. FIs വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ കാര്യമാണ്. ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ 1,636 കോടി രൂപക്ക് ബൈ നടത്തി മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മാർക്കറ്റിൽ ഒരു വൺ ലൈൻ പറയുമ്പോൾ ഇതാണ് അവസ്ഥ. ഇനി ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ ഇന്ന് ഇന്ത്യൻ സമയം 5 മണിക്ക് വരുന്നുണ്ട്. അതായത് നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷമാണ് വരുന്നത്. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഇന്ത്യയിലെ ലീഡിങ് ഡിസ്കൗണ്ട് ബ്രോക്കറാണ് അപ്സ്റ്റോക്ക്. പല ആളുകളും സർവീസ് ബ്രോക്കറുടെ അടുത്ത് ട്രേഡ് ചെയ്ത് ഹ്യൂജായിട്ട് ഈ ബ്രോക്കറേജ് നമുക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഡിസ്കൗണ്ട് ബ്രോക്കറിൽ ഈ ബ്രോക്കറേജ് വളരെയധികം കുറവായിരിക്കും. ലീഡിങ് ടാറ്റ ഗ്രൂപ്പ് ബാക്കപ്പ് ചെയ്യുന്ന കമ്പനിയാണ് അപ്സ്റ്റോക്ക്. ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ അപ്സ്റ്റോക്കിൻ്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യാം. അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ട്രേഡിങ് തുടരാം. സ്റ്റോക്ക് ന്യൂസിൽ ആനന്ദ് രതി വെൽത്ത് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 37% ഉയർന്ന് 73 കോടി രൂപ കരസ്ഥമാക്കി. റവന്യൂ 35% ഉയർന്നു. അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് 59% ഇയർ ഓൺ ഇയർ ഉയർന്നു. മ്യൂച്വൽ ഫണ്ട് റവന്യൂ 70% ഉയർന്നു. പ്രസ്റ്റീജ് റിയാലിറ്റി കമ്പനിയാണ്. ഇവരുടെ സെയിൽസ് 3,914 കോടി രൂപയിൽ നിന്ന് 3,029 കോടി രൂപയിലേക്ക് കുറഞ്ഞതായിട്ട് കമ്പനി റിപ്പോർട്ട് ചെയ്തു. അദാനി വിൽമർ ഒരു മേജർ അക്യൂസിഷൻ നടത്തിയിട്ടുണ്ട്. ഓംകാർ കെമിക്കൽ എന്ന് പറഞ്ഞ കമ്പനിയുടെ 67% സ്റ്റേക്ക് അക്വയർ ചെയ്തു. സ്പെഷ്യാലിറ്റി കെമിക്കൽ കമ്പനിയാണ്. അപ്പോൾ ഈ ഒരു അക്യൂസിഷൻ നടന്നത് വഴി അദാനി വിൽമറിന് സ്വന്തമായിട്ട് ഹോം പേഴ്സണൽ കെയർ പ്രൊഡക്റ്റ്, ഫുഡ് അഡ്ഹസീവ് പ്രൊഡക്റ്റ്, പ്ലാസ്റ്റിക് ആൻഡ് പോളിമർ പ്രൊഡക്റ്റ് എല്ലാം തന്നെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് പറ്റും. GTP ഹാത്വേ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 73% ഇടിഞ്ഞു. റവന്യൂ 8% ഉയർന്നു. ഓറിയൻ്റ് റെയിൽ ഇൻഫ്രാ കമ്പനിക്ക് 432 കോടി രൂപയുടെ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട് ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗത്തു നിന്ന്. ബ്രിഗേഡ് കമ്പനി അവർ 400 കോടി രൂപയുടെ ഒരു പുതിയ റെസിഡൻഷ്യൽ പ്രൊജക്റ്റ് ലോഞ്ച് ചെയ്തു. ഹിന്ദുസ്ഥാൻ സിങ്ക് കമ്പനി 180 മെഗാവാട്ടിൻ്റെ സോളാർ പവർ പ്രൊജക്റ്റ് അവർക്ക് കിട്ടി. ബോണ്ടര എഞ്ചിനീയറിംഗ് കമ്പനിക്ക് 317 കോടി രൂപയുടെ ഒരു ഓർഡർ കിട്ടിയതായിട്ടുള്ള റിപ്പോർട്ട്. L&T ഫുഡ് കമ്പനി $7 മില്യൺ മുടക്കി UK അവർ പുതിയൊരു പ്ലാന്റ് സെറ്റപ്പ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ടെനാജ എയറോസ്പേസ് കമ്പനിക്ക് 5 കോടി രൂപയുടെ ഓർഡർ കിട്ടി. NLC ഇന്ത്യ കമ്പനി അവരുടെ പ്രൊഡക്ഷൻ 11% ഇയർ ഓൺ ഇയർ കുറഞ്ഞതായിട്ട് കമ്പനി പറഞ്ഞു. ആസാദ് എഞ്ചിനീയറിംഗ് കമ്പനി സൈമൺസ് ആയിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. L&T മൈൻട്രി കമ്പനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബിസിനസ് സ്നോമാൻ ഫ്ലൈക്ക് എന്ന് പറഞ്ഞ കമ്പനിയായിട്ട് അവർ സൈനപ്പ് ചെയ്തു. നസാറ ടെക് കമ്പനി അവർ ഗെയിമിംഗ് കമ്പനിയാണ്. അപ്പോൾ ഫ്രീക്ക് ഫോർ യു എന്ന് പറഞ്ഞ ജർമ്മൻ ബേസ്ഡ് ഗെയിമിംഗ് കമ്പനീനെ അവർ അക്യൂർ ചെയ്തു. സോളക്സ് എനർജി കമ്പനി 60 കോടി രൂപയുടെ ഓർഡർ കിട്ടി. ആദിത്യ ബിർള ഫാഷൻ കമ്പനി ഗുഡ് വ്യൂ ഫാഷൻ ഇവർ മേജർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. മറ്റുള്ള അപ്ഡേറ്റ് പരിശോധിക്കാം. ആദ്യം നമുക്ക്
ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റ് ഏറ്റവും ടോപ്പിൽ കാണാം ബിറ്റ്കോയിൻ 57,000 സ്പോട്ട്, ബ്രൻഡോയിൽ 85, ഗോൾഡ് $2,400 കവർ ചെയ്ത് പോയി. ഗോൾഡ് ശക്തമായിട്ട് കയറിയിട്ടുണ്ട്, $2,413 per ounce. ഓസ്ട്രേലിയ ഗ്രീനിലാണ്, എന്നാൽ ചൈന, കൊറിയ, ജപ്പാൻ മാർക്കറ്റുകൾ റെഡിലാണ്. ജപ്പാൻ മാർക്കറ്റ് 800 പോയിന്റ് ഇടിഞ്ഞു. ഡോ ഫ്യൂച്ചർ ഫ്ലാറ്റാണ്. ഇന്ത്യ വിക്സ് 13, ജർമ്മൻ, UK, ഫ്രാൻസ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. US മാർക്കറ്റ് ഏറ്റവും താഴെ കാണാം. നാസ്ഡാക്ക് 350 പോയിന്റ് ഇടിഞ്ഞപ്പോൾ ഡോ 32 പോയിന്റ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഇൻഫോസിസ്, വിപ്രോ പോസിറ്റീവ് ക്ലോസിംഗ് നടത്തിയപ്പോൾ ICC, HDFC ഫ്ലാറ്റാണ്. റിലയൻസ് ഏറ്റവും താഴെ GDRൽ റെഡ് ഫോൾ ആയത് കാണാൻ സാധിക്കും. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത US IT കമ്പനീസിൽ കാണാം. അസെഞ്ചർ ഒഴികെയുള്ള മറ്റുള്ള എല്ലാ IT കമ്പനീസും ഇടിഞ്ഞു. NVIDIA 6%, ആമസോൺ, ആപ്പിൾ, ഗൂഗിൾ, ഫേസ്ബുക്ക്, മൈക്രോസോഫ്റ്റ്, ടെസ്ല, ഇൻഡൽ, നെറ്റ്ഫ്ലിക്സ് തുടങ്ങിയ കമ്പനീസ് എല്ലാം തന്നെ സീവിയർ സെല്ലിംഗ് മോഡലാണ് ഉള്ളത്. എല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും. നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിക്കുമ്പോൾ അറ്റ് ദ മണി 24,000 മേജർ പുട്ട് റൈറ്റ് ചെയ്തത് കാണാൻ സാധിക്കും. പുട്ട് കോൾ റേഷ്യോ 0.76 ആണെങ്കിൽ കൂടിയും അറ്റ് ദ മണിയിൽ 24,300 എന്ന സ്ട്രൈക്കിൽ പുട്ടാണ് കൂടുതൽ കോളിനേക്കായും ഷോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഓപ്ഷനിലേക്ക് വരുമ്പോൾ ആളുകൾ ഇന്നലെ ബാങ്ക് നിഫ്റ്റി ഇൻട്രാഡേ ലോയിൽ നിന്ന് ശക്തമായി ഒരു 500 പോയിൻറ്റിൻ്റെ ഒരു സ്പൈക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായ രീതിയിൽ ആളുകൾ നഷ്ടമുണ്ടാക്കാനുള്ള സാധ്യതകൾ കൂടുതലായേക്കാമെന്നുള്ള രീതിയിലാണ് അസംഷൻ. ഇന്നലെ നമ്മുടെ കമൻറ്റിൽ കാണാൻ സാധിക്കും ഒരുപാട് ആളുകൾ ലോസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ലോസ് ഉണ്ടാക്കാതിരിക്കുന്നത് ഇവിടെ ട്രേഡ് ചെയ്യുന്ന എല്ലാ ആളുകളുടെയും ഒരു റിക്വയർമെൻ്റാണ്, ആവശ്യമാണ്. കാരണം ലോസ് ഈ ഡെറിവേറ്റീവിൽ ആളുകൾ അജ്ഞത കൊണ്ട് അതല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാതെ ലോസ് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഈ സെബിയും NSEയും എല്ലാം തന്നെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരുന്നത്. ഇവിടെ ആളുകൾ വലിയ ഒരാളുടെ പ്രോഫിറ്റ് മറ്റൊരാളുടെ ലോസാണ് എന്നുള്ള നിയമം ഇവിടെ നിലനിൽക്കുമ്പോൾ തന്നെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഓൾമോസ്റ്റ് 99% ആളുകളും ലോസ് ആകുന്നത് അതൊരു അലാമിങ് ആയിട്ടുള്ള സിറ്റുവേഷനാണ് ഈ സെബിക്കും മറ്റുള്ള എക്സ്ചേഞ്ചിനും എല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുക എന്നുള്ളത് ഇവിടെ ട്രേഡ് ചെയ്യുന്ന ആളുകളുടെ ഒരു ധർമ്മമാണ്. ഒരു ലോസ്, ഞാനിപ്പോൾ പ്രീ മാർക്കറ്റിൽ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് താല്പര്യപ്പെടാറില്ല പൊതുവേ, പക്ഷേ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒരു ലോസ് വലുതാകുന്നത് അതൊരു ചെറിയ ലോസിൽ നിന്നാണ് ആ ലോസ് വലുതായി പോകുന്നത്. വളരെ സിമ്പിളായിട്ട് സ്റ്റോപ്പ് ലോസ് ഓർഡർ ഇടാം, മാനുവലി എക്സിറ്റ് ചെയ്യാം, നമുക്ക് ചാർട്ടിലെല്ലാം തന്നെ അലർട്ട് സെറ്റ് ചെയ്യാം എന്നുള്ള സാഹചര്യം ഫെസിലിറ്റി നിലനിൽക്കുമ്പോൾ തന്നെ നമ്മൾ ലോസിനെ പെരുകാൻ അനുവദിക്കുന്നത് ലോസ് സഹിക്കാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥ ഉള്ളതുകൊണ്ടാണ് ഹ്യൂമൻ ബീയിങ്സിന്. അതായത് നമ്മളുടെ ഈഗോ ഹേർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രശ്നം ഉണ്ടാകുന്നത്. എനിക്ക് ലോസ് വരില്ല എന്ന് വിചാരിക്കും, ലോസ് വരുമ്പോൾ നമ്മളെ ഈഗോ ഹേർട്ട് ചെയ്യും. അപ്പോൾ അത് മറികടക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. വൈകിട്ട് 7 മണിക്ക് പോസ്റ്റ് മാർക്കറ്റ് എത്താം. താങ്ക് യു.